ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അലീന കിച്ചണിലെ ഭരണമൊക്കെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ രാവിലെ ചായയൊക്കെ ഇടുന്നുണ്ട്. ആ സമയത്ത് പൗലോസേട്ടൻ അങ്ങോട്ട് വരുമ്പോൾ ചായ കൊടുക്കുന്നുണ്ടെങ്കിലും പൗലോസേട്ടൻ ഒട്ടും ഒരു സ്നേഹ രീതിയിൽ പെരുമാറുന്നില്ല. ചായ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ചായ വേണ്ട, എനിക്കുള്ള ചായ ഞാൻ തന്നെ ഇട്ട് കുടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയും, ചേട്ടാ ഞാൻ പൗലോസേട്ടനോട് വളരെ സ്നേഹമായിട്ടാണ് ഈ കിച്ചണിലോട്ട് വന്നത്. നമ്മൾ തമ്മിൽ പരസ്പരം സഹായിച്ചും ഈ കിച്ചണിൽ ജോലികൾ ചെയ്യാം. എനിക്കറിയാവുന്നതൊക്കെ ചേട്ടനോടും, ചേട്ടൻ നല്ല ഭംഗിയായിട്ട് പാചകം ചെയ്യും. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ പൗലോസേട്ടൻ എന്നോട് മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നോട് മത്സരിച്ച് പൗലോസേട്ടനെ ഇവിടെ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇതെൻ്റെ പപ്പയുടെ വീടാണ്. പൗലോസേട്ടൻ മനോഭാവത്തിൽ യാതൊരു മാറ്റവും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ 3 ദിവസവും കൂടി വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ ഗെറ്റ് ഔട്ട് എന്ന് മാത്രമേ പറയത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ പൗലോസിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ചായയും കൊണ്ട് സ്റ്റാൻലി അടുത്തും കുട്ടിച്ചാൻ്റെ അടുത്തും കൊണ്ട് കൊടുക്കുകയാണ്. ചായയൊക്കെ അവർ കൊണ്ട് കൊടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഈ സമയം ബൈജു അങ്ങോട്ട് വരുന്ന സമയത്ത് പൗലോസ് പറയുന്നുണ്ട്, എവിടെയോ തെണ്ടിത്തിരിഞ്ഞ് ഏതൊക്കെ വീട്ടിൽ ജോലിയും ചെയ്തിട്ട് വന്നിട്ട് അവൾ എന്നെ ഭരിക്കാൻ വരിക. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നു ഈ വീട്ടിൽ നിന്ന് എന്നെ 3 ദിവസത്തിനുള്ളിൽ ഗെറ്റ് ഔട്ട് അടിക്കുമെന്ന്. അത് പറയാൻ അവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഈ വീട്ടിൽ നിൽക്കുന്ന എന്നോട്, അതും അങ്ങനെ പറയാൻ അർഹതയുള്ളത് കേണൽ സാറിൻ്റെ ഭാര്യയോ മക്കളോ ആണെങ്കിൽ ഞാൻ അനുസരിച്ചേനെ. ഇവള് ആരോ പിഴച്ച് പ്രസവിച്ച ഇവൾ എൻ്റെ അടുത്ത് ആരാ ഇങ്ങനെ കൽപ്പിക്കാൻ? രാജകുമാരിയാണെന്ന് അവളുടെ ഭാവം എന്നൊക്കെ വിനോദിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് വിനോദ് പറയും, ചേട്ടനൊന്ന് ദേഷ്യം പിടിക്കാതിരിക്കുക. നീ കുറേ നാളുകൊണ്ട് പറഞ്ഞല്ലോ ആരേണ്ടൊക്കെ വിളിക്കുന്നുണ്ട്, ആരെയോ കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെ, എന്നിട്ട് ഇതുവരെ ആരെയും കണ്ടില്ലല്ലോ എന്ന് പറയും. ചേട്ടനൊന്ന് സമാധാനപ്പെടും പൗലോസേട്ടാ, ഞാൻ അഞ്ജലി വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട്. ഒരു ബറ്റാലിയൻ ഉടനെ തന്നെ ഇങ്ങോട്ട് വരുമെന്നൊക്കെ പൗലോസിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് വിനോദ്. അതിനുശേഷം രാവിലെ കിച്ചൻ്റെ പരിപാടിയും ഉച്ചകളുടെ ലഞ്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒരു പർച്ചേസിങ്ങിനായിട്ട് വിനോദും പൗലോസും കൂടി പോവാണ്. കൂടെ ആൻ്റപ്പൻ ചേട്ടനും ഉണ്ട്. ആ സമയത്ത് സ്റ്റാൻലിയുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ് അവരെല്ലാവരും കൂടി പോകുന്നത്. ആ സമയത്ത് അലീന അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെന്താ 3 പേരും കൂടി ഇവിടെ നിൽക്കുന്നത്? അത് ഞങ്ങൾ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ പലവ്യഞ്ജന സാധനമൊക്കെ മേടിക്കണമെന്ന് പറയും ആൻ്റോ. ശരി, ലിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പൗലോസ് പറയും, ലിസ്റ്റൊക്കെ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് കാണിച്ചാൽ പോരെ. അങ്ങനെയെങ്കിൽ അങ്ങനെ കടയിൽ പോയി കുറേ സാധനങ്ങൾ എടുക്കും. അലീനയുടെ വിചാരം നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമൊക്കെ എടുത്തുകൊണ്ട് വരുന്നതെന്നാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. വളരെ വില കുറഞ്ഞ ചീപ്പ് വിലയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഗുണനിലവാരം ഇല്ലാത്ത സാധനങ്ങളും കൊള്ളാത്ത ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അതും ലോഡ് കണക്കിന് 2 മാസത്തേക്കുള്ള സാധനം കണക്ക് വളരെ ബൾക്കായിട്ടാണ് സാധനം കൊണ്ടുവരുന്നത്. ഇത് കാണുന്ന അലീന ചോദിക്കും, ഇതെന്തിനാ പൗലോസേട്ടാ ഇത്രയും സാധനം? ഇത് എവിടത്തേക്കാണ്? എൻ്റെ വീട്ടിലേക്കൊന്നുമല്ല, ഇത് ഇവിടത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നതാണ്. ഇവിടത്തേക്കോ? 1 മാസത്തേക്ക് ഇത്രയും സാധനത്തിൻ്റെ ആവശ്യമുണ്ട്. അത് ഞാൻ അങ്ങനെ എടുക്കുമ്പോൾ തോന്നുന്ന സാധനം എടുക്കുമെന്ന് പറയും. എനിക്ക് സാധനമൊക്കെ ഒന്ന് പൊട്ടിച്ച് ബില്ല് എന്തെന്ന് ചോദിക്കും. അത് ബില്ലൊക്കെ ഞാൻ അറിയാവുന്ന കടയിൽ നിന്ന് മേടിച്ച്, അങ്ങനെ ബില്ലൊന്നും ഇല്ലെന്ന് പറയും. അതെങ്ങനെ ശരിയാവുന്ന? പൈസ കൊടുക്കുന്നതിന് ബില്ല് കാണിക്കണ്ടേ? ബില്ലിലെ സാധനങ്ങൾ ഒത്തു നോക്കിയതിന് ശേഷമല്ലേ പൈസ കൊടുക്കുന്നതെന്ന് ചോദിക്കും. ഞങ്ങൾ രൂപത്തിന് സാധനം എടുക്കത്തേ ഉള്ളൂ, അങ്ങനെ ബില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല, പറയുന്ന പൈസ കൊടുക്കും. ഓ, അതൊരു ശരിയായ നടപടിയല്ലല്ലോ. തോന്നിയ വില ചോദിക്കുന്ന വില കൊടുത്താൽ നിങ്ങൾ കൊടുക്കുമെന്ന് ചോദിക്കും. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കറിയാം ഈ വീട്ടിലെ കിച്ചണിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം, അതെങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന്. എങ്കിൽ ഇനി തൊട്ട് കിച്ചണിലെ കാര്യങ്ങൾ പൗലോസേട്ടൻ കൂടുതലൊന്നും ചെയ്യേണ്ട, എനിക്കറിയാം കിച്ചണിലെ കാര്യങ്ങൾ നോക്കി നടത്താമെന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ അവിടെ സംസാരം ഉണ്ടാവുകയാണ്. ആ സമയത്ത് പറയും, പൗലോസേട്ടനോട് ഞാൻ ഇന്നലെ പറഞ്ഞു എന്നോട് വെറുതെ തർക്കിക്കാൻ നിൽക്കരുതെന്ന്, ബില്ല് കാണിച്ചതിന് ശേഷം സംസാരിച്ചാൽ മതിയെന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടിച്ചാനും അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയം എന്തോ മോളെ ഇവിടെ ഒരു ബഹളം? അല്ല വല്യപ്പച്ച, ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ചതിൻ്റെ ബില്ല് ചോദിച്ചോ പൗലോസേട്ടന് ബില്ല് തരാനൊരു മടി. അപ്പം പൈസ എത്ര നല്ലോണമെന്നുണ്ടെങ്കിൽ ബില്ല് നോക്കണ്ടേ? ബില്ലിനകത്ത് സാധനങ്ങൾ ബില്ല് കൊണ്ടുവന്നിട്ട് ആ ബില്ലും സാധനങ്ങളും ഒത്തു നോക്കിയതിന് ശേഷമില്ല നമ്മൾ പൈസ കൊടുക്കും. അതങ്ങനെയാണല്ലോ. ബില്ല് ചോദിച്ചു പൗലോസേട്ടന് ഭയങ്കര വിഷമമെന്ന് പറഞ്ഞുതരാം. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞ്? കുട്ടിച്ചായ, ഞാൻ ഈ വീട്ടിലേക്ക് സാധനം കൊടുക്കുന്ന ആദ്യമായിട്ടൊന്നുമില്ല. ഈ അലീന കുഞ്ഞ് വന്നതിന് ശേഷം എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്തോ ശത്രുതയുള്ള കണക്ക്. അവൾ ന്യായമായ ഒരു കാര്യമല്ലേ പറഞ്ഞത്, നീ അവൾ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി. ഉടനെ പറയും, ആ പാക്കറ്റൊക്കെ പൊട്ടിക്കാൻ പറയും. അങ്ങനെ പൊട്ടിക്കുമ്പോൾ കുറേ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എടുക്കും. ഇതെന്തിനാ ഇത്രയും മുളക് പൊടിയൊക്കെ? ഇവിടെ ഇത്രയും മുളക് പൊടിയൊക്കെ ആവശ്യമുണ്ട്, അതിന് ഇവിടെ ഇത്ര എരിവും കൂട്ടുന്ന ആരും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നോക്കുമ്പോൾ ഇവിടെ കൊള്ളാത്ത മുളക് പൊടി, ഒരുമാതിരി ഇഷ്ടികപ്പൊടി പൊടിച്ച് വെച്ച കണക്ക്, എന്ന് വെച്ചാൽ വളരെ വില കുറച്ച് വാങ്ങുന്ന മുളക് പൊടിയാണത്. വലിയ വിലയൊന്നുമില്ല, പക്ഷേ വലിയ വിലയുണ്ടെന്ന രീതിയിൽ കള്ള ബില്ല് അടിച്ചിട്ട് ആ പൈസ മൊത്തം പകുതി അങ്ങ് അവർ ജോലിക്കാരങ്ങ് അമുക്കുന്നതാണ്. അപ്പോഴത്തേക്ക് ഇത് കൊള്ളാത്ത മുളക് പൊടിയാണെന്ന് പറയും. അങ്ങനെ മല്ലിപ്പൊടി എന്നൊക്കെ പറഞ്ഞെടുക്കുന്ന തീരെ കൊള്ളാത്ത സാധനങ്ങളാണ്. അപ്പം കുറേ സാധനങ്ങൾ വാരിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ തീരെ ഗുണനിലവാരമില്ലാത്ത സാധനങ്ങളാണ്. എന്നിട്ട് ഇരട്ടി തുകയെന്ന് പറഞ്ഞുകൊണ്ട് ബില്ലടിച്ചിട്ട് കള്ള ബില്ലുണ്ടാക്കി ആ ബില്ലിൻ്റെ പൈസ കേണലിൽ നിന്ന് മേടിക്കുന്നതാണ് അവരുടെ സ്ഥിരമായിട്ട് അവർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു
രീതികൾ. അപ്പോൾ അതിന് അലീന വന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാണ് അലീനോട് ഇത്ര അവർക്കൊരു റിവെഞ്ച് രീതിയിൽ അവർ പെരുമാറുന്നത്. അപ്പം അലീന പറയും ഇതെല്ലാം കള്ളത്തരം വല്ലിപ്പിച്ച ഈ സാധനങ്ങളൊന്നും കൊള്ളാത്ത സാധനങ്ങൾ, ഇത്രയും വിലയും ഇതിനില്ല. അപ്പോൾ ചോദിക്കും ഇത് കള്ളത്തരമല്ലേ, നിങ്ങൾ കള്ളബില്ലല്ലേ എന്ന് പറയും. അല്ല ഞങ്ങൾ സത്യം പറയുന്നതെന്ന് പറയും. ശരി, ഒരു കാര്യം ചെയ്യാം, സാധനങ്ങളെല്ലാം പറക്കി വണ്ടി വെക്ക്, നിങ്ങൾ ഏത് കടയിൽ നിന്ന് മേടിച്ചു ആ കടയിൽ കൊണ്ടിത് കാണിക്കണം, കാണിച്ചിട്ട് കറക്റ്റായിട്ട് ഈ സാധനം തൂക്കി നോക്കിയിട്ട് അതിൻ്റെ വില ഇട്ടതിന് ശേഷം മതി പൈസ കൊടുക്കുന്നതെന്ന് പറയും. സാധനം എല്ലായിടത്തും വണ്ടിക്കകത്ത് വെക്കാൻ പറയും, അല്ലെങ്കിൽ ബില്ല് നിങ്ങൾ കാണിക്കണമെന്ന് പറയും. അങ്ങനെ ബില്ല് കാണിക്കാൻ അവർ രണ്ടുപേരും തയ്യാറാകത്തില്ല. അപ്പോൾ വിനുവിൻ്റെ അടുത്ത് പറയും വണ്ടി എടുക്കാൻ പറയും. എങ്കിൽ ശരി, കുട്ടിച്ചായൻ പറയും ഞാനും കൂടി വരാമെന്ന് പറയും. അങ്ങനെ കുട്ടിച്ചായനും അലീനയും എല്ലാവരും കൂടി വണ്ടിക്കകത്ത് കയറി ആ കടയിലോട്ട്, സ്റ്റേഷനറി കടയിലോട്ട് പോവുകയാണ്. അപ്പോഴും അലീന പറയുന്നുണ്ട് ഈ ഗേറ്റിനകത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കള്ളത്തരം ഞങ്ങൾ കൈയോടുകൂടി പിടികൂടും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് പറയാമെന്ന് പറയുമ്പോൾ ആരും അതിന് തയ്യാറാവത്തില്ല. ശരിയെന്ന് പറയും. അങ്ങനെ കടയിൽ ചെന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പം കടക്കാരൻ പറയുന്നുണ്ട് തീരെ ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങളാണ് അവർ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നതെന്നും കള്ളബില്ല് അവരെ കൊണ്ട് എഴുതി പിടിപ്പിക്കുമെന്നൊക്കെ അലീനയോട് സത്യം പറയുന്നുണ്ട്. അങ്ങനെ അലീന വീട്ടിൽ വന്ന് തെളിവ് സഹിതം സ്റ്റാൻലി എടുത്ത് ഈ കഥകളൊക്കെ പറയുന്നുണ്ട്. കാരണം ഇത്രയും നാൾ കിച്ചണിൽ ഭയങ്കരമായൊരു കള്ളക്കടത്ത്, ഒരു ചൂഷണം തന്നെയാണ് ഇത്രയും നാളും കിച്ചണിൽ നടന്നുകൊണ്ടിരുന്നത്. പപ്പയെ ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവ്വം പറ്റിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സത്യം മനസ്സിലാക്കുന്ന സ്റ്റാൻലി പൗലോസിനെ അവിടുന്ന് പുറത്താക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. വി വിഷ് യു ടു ഓൾ.